ഹായ്, നമുക്കിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നമ്മൾ ഓപ്പൺ ഹൗസിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഓൺലൈൻ ക്ലാസ്സസിലെടുത്തതിൻ്റെ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. സോ അതിൻ്റെ ബേസിസ് ആയിട്ട് നിങ്ങൾക്കൊരു ബുക്ക്ലെറ്റ് കിട്ടിയിട്ടുണ്ടാവും 20th ഫിസിക്സിൻ്റെ 5 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും 5 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പിന്നെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇക്വേഷൻസ് ഒക്കെ തന്നിട്ട് പോയിൻറ്റ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കോളം വർക്കൗട്ട് ചെയ്യാനുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ ആയിട്ടൊരു മെറ്റീരിയൽ ഒരു ബുക്ക്ലെറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മളിനി ചെയ്യുന്നത്. First question, in a field-free region, 2 protons are released to move on a line towards each other with velocities 10⁻⁶ meter per second. Find the distance of their closest approach. എന്താണ് ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്? തന്ന സിനാരിയോ ആദ്യം നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. ഒരു ഫീൽഡ് ഫ്രീ റീജിയൻ ഉണ്ട്, അവിടെ 2 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ 2 പ്രോട്ടോൺസിൽ ഒരുമിച്ച് വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? 2 പ്രോട്ടോൺസിനെ ഒരുമിച്ച് വെക്കുമ്പോൾ ദേ റിപ്പൽ ഈച്ച് അതർ. നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ അതിനങ്ങനെ ഒരുമിച്ച് വെറുതെ വെക്കാൻ പറ്റില്ല, ദേ റിപ്പൽ ഈച്ച് അതർ. ഇപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു വെലോസിറ്റി കൊടുക്കുന്നുണ്ട്. ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഗിവൺ ദാറ്റ് വിത്ത് എ വെലോസിറ്റി 10⁻⁶ meter per second. അപ്പോൾ അത്ര ഒരു വെലോസിറ്റി കൊടുത്തിട്ട്, അതായത് ഒരു കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളതിനെ ടുവേർഡ്സ് ഈച്ച് അതർ, ഒരു സിംഗിൾ ലൈനിൽ ടുവേർഡ്സ് ഈച്ച് അതർ നമ്മളതിനെ ഷൂട്ട് ചെയ്യാണ് ഒരു കൈനറ്റിക് എനർജി കൊടുത്തിട്ട്. അപ്പോൾ ഓബിയസ്ലി അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ദേ വുഡ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. പക്ഷെ അത് ചുമ്മാ മൂവ് ചെയ്യാണ്, നോർമൽ കേസിൽ മൂവ് ചെയ്യേണ്ടതല്ല. കൈനറ്റിക് എനർജി കൊടുത്തതുകൊണ്ട് മാത്രം മൂവ് ചെയ്യാണ്. അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ ഓവർകം ചെയ്യാനുള്ള കൈനറ്റിക് എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ദീസ് പ്രോട്ടോൺസ് വുഡ് ഗോ ടുവേർഡ്സ് ഈച്ച് അതർ. അത് ക്ലോസ് ആയി വരുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടും അല്ലേ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അപ്പോൾ ആ ചാർജസ് കുറയുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടും. അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി കൂടി ഒരു പോയിന്റിലെത്തുമ്പോൾ ദേ ക്യാൻ നോ ലോങ്കർ ഗോ ടുവേർഡ്സ് ഈച്ച് അതർ. ഈ ഒരു പ്രത്യേക പോയിന്റിൽ അപ്പുറം അവർക്ക് ക്ലോസ് ആവാൻ കഴിയില്ല. ബിക്കോസ് ദ കൈനറ്റിക് എനർജി പ്രൊവൈഡഡ് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി. ആ പോയിന്റിനെ വേർ ദേ ക്യാൻ നോട്ട് മൂവ് ക്ലോസർ, ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിനെ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലേക്ക് അത് കഴിഞ്ഞാൽ അങ്ങനെ വന്ന് ആ പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി ഫുൾ പൊട്ടൻഷ്യൽ എനർജിയെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ റിപ്പൽ ചെയ്യുക ചെയ്യാം, പിന്നെ അവർ 2 വഴിക്ക് പോകും. അപ്പോൾ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലെ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവും. ദിസ് പോയിന്റ് ഇസ് നോൺ ആസ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇനി ക്ലോസർ ആവാൻ പറ്റില്ല എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ടോട്ടലായിട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ പോയിന്റിനാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഇതിനെ നമ്മൾ ഒരു ഇക്വേഷനായിട്ട് ഫോർമുലേറ്റ് ചെയ്യണം അല്ലേ? എന്താ യൂസ് ചെയ്യാം? ഓൾറെഡി ഇത് പറഞ്ഞ സമയത്ത് തന്നെ ഈ സെനാരിയോയിൽ നമ്മൾ പറഞ്ഞു എന്ത്, കൈനറ്റിക് എനർജി ഫുള്ളായിട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്ന that point kinetic energy equals potential energy അല്ലേ? അപ്പോൾ ഇതിന് ഇക്വേഷൻ ആക്കണം. കൈനറ്റിക് എനർജി ഓഫ് എ പ്രോട്ടോൺ എന്താ വരിക? ഹാഫ് ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു v² അല്ലേ? സി അപ്പോൾ വെയിറ്റ് ചെയ്യൂ, നമുക്ക് 2 കേസസ് പറയാൻ പറ്റും. ഒന്ന്, 2 പ്രോട്ടോൺസിനും ടുവേർഡ്സ് ഈച്ച് അതർ നമ്മൾ ഷൂട്ട് ചെയ്യുക. 2 പ്രോട്ടോൺസിനും കൈനറ്റിക് എനർജി കൊടുത്തിട്ട്, അതാണ് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കേസ്. 2 പ്രോട്ടോൺസിനും കൈനറ്റിക് എനർജി കൊടുത്തിട്ട് അവർ കൂടെ വരുന്നു, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് അവർ തിരിച്ചു പോകുന്നു. ഇനി ഇതല്ല കേസ് എന്ന് വിചാരിക്കുക, ഒരു പ്രോട്ടോണെ സ്റ്റേഷനറി ആയിട്ട് ഞാൻ പിടിച്ചിട്ട് മറ്റേ പ്രോട്ടോണിന് കൈനറ്റിക് എനർജി കൊടുക്കുകയാണെങ്കിൽ ഈ 2 കേസസ് നമ്മൾ വ്യത്യാസമില്ലേ? അതായത് ഒരു കേസിൽ നമ്മൾ 2 പ്രോട്ടോണിനും കൈനറ്റിക് എനർജി കൊടുക്കുന്നുണ്ട്, ഒരു കേസിൽ നമ്മൾ ഒരു പ്രോട്ടോണെ സ്റ്റേഷനറി ആയിട്ട് പിടിച്ചിട്ട് മറ്റേ പ്രോട്ടോണിന് മാത്രമാണ് കൈനറ്റിക് എനർജി കൊടുക്കുന്നത്. നമ്മൾ ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ 2 പ്രോട്ടോണും കൈനറ്റിക് എനർജി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ½ mv² പോരാ. വി മസ്റ്റ് ആക്ച്വലി ബി കൺസിഡറിങ് ½ mv² പ്ലസ് അനദർ ½ mv². ഇതായിരിക്കും കൈനറ്റിക് എനർജിയുടെ പാർട്ടിൽ വരുന്നത്. 2 പ്രോട്ടോണിൻ്റെയും കൈനറ്റിക് എനർജി നമ്മൾ ആഡ് ചെയ്തു അല്ലേ? ഇനി അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താ വരിക? നോർമൽ ഒരു ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്താ പറയാറ്? 1/4πε0 Q1 Q2 ബൈ R. സോറി, R² അല്ല, ബൈ R അല്ലേ? 1/4πε0 Q1 Q2 ബൈ R² ആണ് നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പറയാറുള്ളത്. ഐ റേസ് ദാറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇവിടെ നമ്മൾ ഒന്നിൻ്റെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്ന് ചോദിക്കും. വിൽ കം ടു ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ 1/4πε0 പ്രോട്ടോണിൻ്റെ കേസിലാവുമ്പോൾ Q1 ഹിയർ ഇസ് 1 പ്രോട്ടോൺ, Q2 ഹിയർ ഇസ് അനദർ പ്രോട്ടോൺ അല്ലേ? ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ Q1 ഇസ് E, Q2 ഇസ് ഓൾസോ E ചാർജ് ഓഫ് എ പ്രോട്ടോൺ അല്ലേ? അപ്പോൾ Q1 ഇൻറ്റു Q2 എന്ന് പറയുന്നത് E ഇൻറ്റു E² വരും അല്ലേ? E² ബൈ R വരും. ഈ ഹിയർ ഇസ് ദ ചാർജ് ഓഫ് ദ പ്രോട്ടോൺ കേട്ടോ.
ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് അപ്പോൾ 2 ഇൻറ്റു കൺസിഡർ ചെയ്യാത്തത്? കൈനറ്റിക് എനർജി നമ്മൾ 2 ഇൻറ്റു നോക്കിയിട്ടുണ്ട്. അതെന്താ പൊട്ടൻഷ്യൽ എനർജി 2 പ്രാവശ്യം കൂട്ടാത്ത എന്നതിൻ്റെ റീസൺ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് 2 ചാർജ് സിസ്റ്റം ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ 2 പ്രോട്ടോൺ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഫേസ് ചെയ്യുന്നുണ്ട് ഡ്യൂ ടു ദി അതർ പ്രോട്ടോൺ. ബട്ട് വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ എനർജീസ്. ഇൻസ്റ്റെഡ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് 2 ചാർജ് സിസ്റ്റം. യെസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കൈനറ്റിക് എനർജി രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നതിനെ പറ്റിയല്ല. ബട്ട് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഈ 2 കൈനറ്റിക് എനർജി ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് ഇൻ എ സിസ്റ്റം. നമ്മളിപ്പോൾ ഒരു സ്റ്റോണിന് ഒരു ഹൈറ്റിൽ പിടിക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്റ്റോൺ എർത്ത് സിസ്റ്റമാണ് ആക്ച്വലി MGH എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. സോ ഇൻ എ സിമിലർ കേസ് ഇവിടെ എന്തേ വരുള്ളൂ? 1/4ε0 E²/r വരുള്ളൂ. ഇക്വേഷനിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ഈ ആറിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആവുന്ന ഈ ആറിനെ, ഈ കണ്ടീഷനിലുള്ള ആറിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാഫ് mv² പ്ലസ് ഹാഫ് mv² എന്ന് പറയുന്നത് mv² ഈസ് ഈക്വൽ ടു 1/4πε0 E²/r. ഈ ആറിനെ ഞാൻ LHSലേക്ക് കൊണ്ടുപോയിട്ട് mv² ഞാൻ RHSലേക്ക് കൊണ്ടുവരാണ്. ആർ ഇവിടെ ഡിനോമിനേറ്ററിലാണുള്ളത്. സോ LHSലേക്ക് കൊണ്ടുപോകുമ്പോൾ it becomes in the numerator, it comes to the numerator. പിന്നെ RHSൽ അപ്പോൾ 1/4πε0 E². ഇതിപ്പോൾ mv² LHSൽ ന്യൂമറേറ്ററിലാണുള്ളത്. സോ അത് RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിനോമിനേറ്റർ ആകും by mv². So we have an equation for R and all these are given in the question. 1/4πε0 we know, E² we know, we know, V is given. So അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0 is 9 into 10⁻⁹ into E is 1.6 into 10⁻⁻19 അതിൻ്റെ സ്ക്വയർ by mass of a proton is 1.67 into 10⁻⁻27 kilograms. അല്ലേ? Mass of a proton into V². V is given as 10⁻⁶ meter per second. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 10⁻⁻19 അല്ലേ? ഇനി ഈ ടേമിൻ്റെ സ്ക്വയർ കാണാം. 9 into 10⁻⁹ into 1.6 into 10⁻⁻19. 1.6ൻ്റെ സ്ക്വയർ കാണാം. വാട്ട് is 60 into 16? 6 6 are 36, 6 1s are 6, 7 8 9, 6 1s are 6, 1 1s are 1, 6 9 plus 6 15, 2.56 വരുമല്ലോ. into 2.56 into 1.6ൻ്റെ സ്ക്വയർ ഉണ്ട്. നെക്സ്റ്റ് 10⁻⁻19ൻ്റെ സ്ക്വയർ ആണ്. 10⁻⁻19ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് a⁻b all⁻c ഈസ് ഈക്വൽ ടു a⁻bc. അപ്പോൾ 10⁻⁻19ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10⁻⁻19 into 2 വരും. വാട്ട് ഈസ് 19 into 2? 9 2s are 18, 2 1s are 2 plus 1 3, it's 38. So we have 10⁻⁻38 by 1.67 into 10⁻⁻27 into 10⁻⁶ സ്ക്വയർ എന്താ വരിക? അപ്പോൾ 10⁻12 വരും അല്ലേ? റിമെമ്പർ ദിസ് റൂൾ. 6 into 2 becomes 12. 10⁻12. ഇത് ഇനി 9 into 2.56 ചെയ്യാം. ആദ്യം ഞാനിതിലെ കോൺസ്റ്റൻസ് ഒക്കെ ഒരു സൈഡിനെയും എക്സ്പോണൻസ് ഒക്കെ വേറെ സൈഡിലും എഴുതാം. സോ വി ഹാവ് 9 into 2.56 by 1.67 into 10⁻9 into 10⁻⁻38 by 10⁻⁻27 into 10⁻12. 9 into 2.56 എന്താ വരിക? 256 into 9. 9 6 are 54, 9 5s are 45 plus 5 is 50. 9 2s are 18 plus 5 is 23. So 2 decimals അല്ലേ വരുന്നത്. അപ്പോൾ 23.05 23.04 sorry by 1.67 into what's 10⁻9 into 10⁻⁻38? 10⁻9 minus 38 we have this rule, a⁻b into a⁻c equals a⁻b plus c. So this becomes 10⁻9 minus 38, which is 38 minus 9 എന്ന് പറയുന്നത് 18 minus 9 is 9 itself, so 29 into 10⁻29 by 10⁻27 into 10⁻12 becomes 10⁻27 plus 12. So 27 plus 12 എന്ന് പറയുന്നത് 15. So 10⁻⁻15 വരും.
ഇനി 23.04 ഡിവൈഡഡ് ബൈ 1.67 ചെയ്ത് കഴിഞ്ഞാൽ 13.796 കിട്ടും. ഇനി 10 raised to minus 29 divided by 10 raised to minus 15 എന്താ? We have this rule which says a raised to b by a raised to c equals a raised to b minus c അല്ലേ? സെയിം ബേസുള്ള എക്സ്പോണൻസിൻ്റെ കാൽക്കുലേഷനാണ് ഞാനിപ്പോൾ 3 എഴുതിയത്. സോ ഇവിടെ b എന്ന് പറയുന്നത് -29, c എന്ന് പറയുന്നത് -15. സോ ദി ആൻസർ വിൽ ബി 10 raised to minus 29 minus -15 which is 10 raised to minus 29 plus 15. അതായത് 10 raised to minus 29 by 10 raised to minus 15 is equal to 10 raised to minus 29 minus 15. നമ്മുടെ ഈ റൂള് which is equal to 10 raised to minus 29 plus 15 അല്ലേ? What is minus 29 plus 15? 29 minus 15 എന്താ വരാ? 9 minus 5 is 4, 2 minus 1 is 1. It becomes minus 10 raised to minus 14 വരും. So into 10 raised to minus 14. Scientific notation എഴുതുന്ന സമയത്ത് we have 1.3796 into ഞാൻ ഡെസിമൽ ഒരു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. ഡെസിമൽ ഒരു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് 10ൻ്റെ പവർ കൂട്ടാണ് വേണ്ടത് അല്ലേ? ഇവിടെ കുറയ്ക്കുമ്പോൾ ഇവിടെ കൂട്ടാം. അപ്പോൾ 10ൻ്റെ പവർ ഒന്ന് കൂട്ടുന്ന സമയത്ത് അതായത് -14 + 1 ചെയ്താൽ we have 10 raised to minus 13 meters. This will be the answer, the distance of closest approach. Second question. An electric dipole consists of two opposite charges, each 0.5 microcoulomb, obviously separated by 30 millimeter. Dipole എന്ന് പറയുമ്പോൾ obviously opposite charges ആണ് ഉണ്ടാവുക. And the R is also given. എത്ര? 30 millimeter. The dipole is placed in uniform electric field of 10 raised to 6 Newton per coulomb. Find the maximum torque exerted by the field on the dipole. ആ ഫീൽഡ് ഡൈപ്പോൾ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന മാക്സിമം ഫോഴ്സിനെ പറ്റിയാണ് ചോദിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ടോർക്കിനെ പറ്റി നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. വാട്ട് ഇസ് ടോ? ടോ ഇസ് ആർ ക്രോസ് എഫ്. ഒരു കപ്പിൾ ഫോഴ്സിനാണ് നമ്മൾ ടോ എന്ന് പറയാം. റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോ കപ്പിളായിട്ടായിരിക്കും വരിക. അതായത് നമ്മളൊരു ഡൈപ്പോളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കപ്പിൾ ഫോഴ്സ് ആണ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിലും ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിലും. സോ ആർ ക്രോസ് എഫ് എന്ന് പറയുമ്പോൾ വി ഹാവ് ഇറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ സപ്പോസ് ദിസ് ഡൈപോൾ മേക്സ് ആൻ ആംഗിൾ തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടേക്ക് ദിസ് ടേം ആർ സൈൻ തീറ്റ. ഇത് ആർ ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണല്ലേ ആർ. ആ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് ആർ എന്ന് വിളിക്കാം. അപ്പോൾ ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ദിസ് ഇസ് ആർ സൈൻ തീറ്റ. സോ ആ അസംഷന് ആർ സൈൻ തീറ്റ ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആൻഡ് ദർ ഇസ് ഫോഴ്സ്. ആ അസംഷന് വി ഹാവ് ഇൻ അവർ മെറ്റീരിയൽ കറക്റ്റ്ലി റിട്ടേൺ ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു either one of the force into perpendicular distance between them. ഇതാണ് ഫോഴ്സിൻ്റെ ജനറൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ മെറ്റീരിയലിൽ കൊടുത്ത് ആൻഡ് ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ടു യൂസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മാക്സിമം ടോർക്ക് എക്സേർട്ടഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇക്വേഷനിലേക്ക് നോക്കുക, ആർ ഇൻറ്റു എഫ് സൈൻ തീറ്റ. ഈ ഇക്വേഷൻ്റെ മാക്സിമം വാല്യൂ കിട്ടാൻ ആറിനെ എഫിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി അവിടെ എക്സേർട്ട് ആവുന്ന ഫോഴ്സിൽ വ്യത്യാസം വരില്ല. ആറ് മാറ്റാൻ കഴിയില്ല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദെൻ വാട്ട് ചേഞ്ചസ് ഈസ് ഈ സൈൻ തീറ്റ. ദി ആംഗിൾ വിൽ ചേഞ്ച്. കാരണം അവിടെ ഫോഴ്സ് എക്സേർട്ട് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ആറ് റൊട്ടേറ്റ് ആവും അല്ലേ. അപ്പോൾ അവിടെ തീറ്റയ്ക്ക് മാറ്റം വരും. ആദ്യം തീറ്റ 90 ഡിഗ്രി കുറഞ്ഞ് 0 ആവും. സോ നമ്മളെ സംബന്ധിച്ച് എന്ത് മാത്രം ചെയ്താൽ മതി? ഈ ആർ ഇൻറ്റു എഫ് മാത്രം ചെയ്താൽ മതി. ബിക്കോസ് ടോർക്ക് മാക്സിമം ആവുന്ന കേസാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ടോർക്ക് ഇസ് മാക്സിമം വെൻ സൈൻ തീറ്റ ഈക്വൽ ടു 1. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആർ ഇൻറ്റു എഫ് ചെയ്താൽ മതി. സോ ടോ മാക്സ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എഫ്. ആർ ക്രോസ് എഫ് അല്ല കേട്ടോ, ഒരെണ്ണം തമ്മിൽ വ്യത്യാസമുണ്ട്. ദിസ് ഇസ് ക്രോസ് പ്രോഡക്റ്റ്. ദിസ് ഇസ് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സും ആറും കണ്ടുപിടിക്കണം. ആർ ഇസ് ഡയറക്ട്ലി ഗിവൺ. എത്രയാ? 30 millimeter തന്നിട്ടുണ്ട്. 30 millimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 × 10 raised to -3 meters വരും അല്ലേ. ബിക്കോസ് 1 meter is 100 centimeters, 1 centimeter is 10 millimeter. അപ്പോൾ 10 raised to -3 meters വരും. ഇനി നമുക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
ഫോഴ്സ് എന്ന് പറയുന്നത് വി നോ ദാറ്റ് വെൻ ദി ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഗിവൺ Q into E ആണ് നമ്മുടെ ഫോഴ്സ് വരിക. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ ഫീൽഡിനകത്തൊരു ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് ഫേസ് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക അല്ലേ. ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് 1 കൂളുമ്പിൻ്റെ ആയിരിക്കും. 1 കൂളുമ്പിൻ്റെ ഒരു പോയിന്റ് ടെസ്റ്റ് ചാർജ് ഫേസ് ചെയ്യുന്ന ഫോഴ്സാണ് E. അപ്പോൾ Q ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ Q into E ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഫോഴ്സ് വരിക. അപ്പോൾ ടോട്ടൽ നമ്മൾ ടോ എന്ത് വരും? വി ഹാവ് F is equal to Q into E and we have R. Q തന്നിട്ടുണ്ട് എന്താ 0.5 മൈക്രോ കൂളും. ഈ മൈക്രോ കൂളുമ്പിനെ നമുക്ക് കൂളുമ്പിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ. 0.5 into 10⁻⁻6 കൂളംസ് അഥവാ സയൻറ്റിഫിക് നൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 into 10⁻⁻7. ഡെസിമൽ പോയിന്റിനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് 10ന്റെ പവർ കുറയ്ക്കുകയാണല്ലേ വേണ്ടേ. ഡെസിമൽ പോയിന്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 10ന്റെ പവർ കൂട്ടും. ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 10ന്റെ പവർ കുറയ്ക്കുകയാണ് വേണ്ടേ. സോ വി ഹാവ് 5 into 10⁻⁻7 ആസ് Q. ഈ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് 0.5 ഐ ക്യാൻ ജസ്റ്റ് റൈറ്റ് 5 into 10⁻⁻7. ഞാനത് കൺവേർട്ട് ചെയ്യാൻ നോക്കിയതായിരുന്നു. ബട്ട് ഇതാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. 5 into 10⁻⁻7 into E is given as 10⁻⁶ Newton per coulomb. Then we have R which is 30 into 10⁻⁻3 എന്ന് പറയുമ്പോൾ 30 into 10⁻⁻3 എന്ന് പറയുമ്പോൾ എന്താ 3 into 10⁻⁻, ഡെസിമലിനെ ഞാൻ ലെഫ്റ്റിലേക്ക് 30 ഈ 0ക്ക് ശേഷമുള്ള ഡെസിമലിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. സോ 10ന്റെ പവർ കൂട്ടുകയാണ് വേണ്ടേ. അപ്പോൾ അത് -2 ആവും. ഇൻറ്റു അപ്പം ഇൻസ്റ്റെഡ് ഓഫ് R I can substitute 3 into 10⁻⁻2. Calculate here. 5 into 3 is 15. Then we have 10⁻⁻7, 10⁻⁶ and 10⁻⁻2. അതായത് -7 + 6 -2 വരും അല്ലേ. നമ്മൾ റൂൾ ഓർമ്മയില്ലേ. 10⁻⁻7 10⁻⁶ എന്ന് പറയുന്നത് 10⁻⁻7 + 6 -7 + 6 എന്ന് പറയുന്നത് എന്താ -1 വരും. അപ്പോൾ ആ 10⁻⁻1 into 10⁻⁻2 എന്ന് പറയുന്നത് -1 + -2 എന്താണ് -3 വരും. സോ വി ഹാവ് 15 into 10⁻⁻3. ടോയുടെ യൂണിറ്റ് എന്താ വരിക? ടോ ഇസ് R into F അല്ലേ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് ന്യൂട്ടൺ, ഡിസ്റ്റൻസ് മീറ്റർ. സോ വി ഹാവ് ന്യൂട്ടൺ മീറ്റർ. ഇവിടെ ന്യൂട്ടൺ മീറ്റർ. ദിസ് വിൽ ബി our answer. 15 into 10⁻⁻3 ന്യൂട്ടൺ മീറ്റർ or 1.5 into 10⁻⁻2 ന്യൂട്ടൺ മീറ്റർ. ഡെസിമലിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തപ്പോൾ 10ന്റെ പവർ യൂണിറ്റ് കൂട്ടി 1.5 into 10⁻⁻2 ന്യൂട്ടൺ മീറ്റർ വിൽ ബി ദി ആൻസർ. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ നോട്ടിഫൈ മീ ഇൻ ദ ഗ്രൂപ്പ് ഓർ കോൺടാക്ട് മീ പേഴ്സണലി കേട്ടോ. അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പോരാത്തതിന് ഞാൻ ഗ്രൂപ്പിൽ മറ്റുള്ള സ്റ്റുഡൻസിനെ നോട്ടിഫൈ ചെയ്യും. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. ആ ഫിഗറും +Q +small q ഒക്കെ കാണുമ്പോഴേക്കും ഒരുപാടുള്ള പോലെ തോന്നും. ബട്ട് ആക്ച്വലി ഇത് സിമ്പിൾ കോൺസെപ്റ്റാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. തിക്ക് മെറ്റാലിക് സ്പെരിക്കൽ ഷെൽ ഓഫ് ഇന്നർ റേഡിയസ് R1 and outer radius R2 has a charge +Q plus capital Q. A charge +small q is placed at the center of the shell. The charge per unit area on the outer surface is. Charge per unit area on the outer surface ആണ് നമ്മളോട് ചോദിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഷെല്ലിന് നമ്മൾ എന്താ പിക്ചറിൽ കാണിക്കുന്ന പോലെ ഇത്ര ഡിഫറൻസ് ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസും തമ്മിൽ. അതായത് അതിൻ്റെ ആക്ച്വലി ആ +Q എന്ന് പറയുന്ന ചാർജ് ഈ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വോളിയം. പക്ഷെ അതിനെ സർഫസ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഇത്ര തിക്നെസ് ഒന്നും ഉണ്ടാവില്ല അത്. ഓക്കെ, വി ക്യാൻ കൺസിഡർ ദാറ്റ് +Q ചാർജ് ടു ബി ഇൻ ദ സർഫസ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഇന്നർ റേഡിയസ് R1 ആണ്, ഔട്ടർ റേഡിയസ് R2 ആണ്. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ +Q എന്ന് പറഞ്ഞിട്ടൊരു ചാർജിനെ പ്ലേസ് ചെയ്യാണ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈ +Qനെ ഞാൻ ഇപ്പോൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ടർ സർഫസിലുള്ള ചാർജ് ഡെൻസിറ്റി എന്താണെന്നാണ് ചോദിച്ചത്. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണെന്നാണ് ചോദിച്ചത്. സോ വാട്ട് ഹാപ്പൻസ് വെൻ ഐ പ്ലേസ് എ ചാർജ് +Q ഹിയർ? എന്താ സംഭവിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു +Q ചാർജ് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഈ +Qനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട ഇലക്ട്രോൺസ് ഇതിനെ ഇന്നർ സർഫസിൽ വന്നിട്ട് അടിഞ്ഞുകൂടും. യെസ്, +Q എന്നുള്ള ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺസിനെ വേണം? -Q ചാർജുള്ള അത്ര ഇലക്ട്രോൺസിനെ വേണം. സോ ഈ ഇന്നർ സർഫസിൽ നെഗറ്റീവ് ചാർജസ് ഒക്കെ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, അതായത് -Q
ചാർജ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ഇന്നർ സർഫസിനുള്ളത്. ഇന്നർ സർഫസിന് ടോട്ടലായിട്ട് -q ചാർജാണുള്ളത്. യെസ്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സർഫസിൽ അപ്പോൾ എത്രയായിരിക്കും ചാർജ് വരിക? നമ്മുടെ അടുത്തൊരു ന്യൂട്രൽ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ന്യൂട്രൽ ഒബ്ജക്റ്റിൽ നിന്ന് ഞാനൊരു 2 കൂളംബ് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 2 കൂളംബ് റിമൂവ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ചാർജ് എന്താ വരിക? 2 കൂളംബ് റിമൂവ് ചെയ്താൽ ഈ ഒബ്ജക്റ്റിൻ്റെ ചാർജ് -2 കൂളംബ് ആകും. ഇത് നെഗറ്റീവ് ആകാണ്, ഇതിൻ്റെ പോസിറ്റീവ് ചാർജ് 2 കൂളംബ് പോസിറ്റീവ് ചാർജ് പോയി. അപ്പോൾ ഇത് അത്രയും നെഗറ്റീവ് ആകും. ഇനി ഞാൻ 3 കൂളംബ് ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് 5 കൂളംബ് ചാർജ് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. റിമൂവ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ 3 കൂളംബ് പോവും, പിന്നെ ഒരു 2 കൂളംബ് കൂടെ പോകില്ലേ. അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്താവും? ഈ 5 കൂളംബ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചാർജ് എന്താവും? -2 കൂളംബ് വരും അല്ലേ? കാരണം 5 കൂളംബ് പോയല്ലോ, പിന്നെ ബാക്കിയുള്ള -2 കൂളംബ്. ഈ പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ നടുവിലൊരു +q ചാർജ് വെക്കുന്ന സമയത്ത് I told you that the negative charges will a lot of negative charges will be accumulated in the inner radius. അതായത് -q ചാർജ് ആണ് ഇപ്പോൾ ഇവിടെ ഇന്നർ റേഡിയസിൽ അക്യുമുലേറ്റഡ് ആയത്. സോ ഔട്ടർ റേഡിയസിൽ +q ചാർജ് ഉണ്ടാവില്ലേ? കാരണം ഈ q ചാർജ് പോയിട്ടുള്ളത് ഇതിൻ്റെ ഔട്ടർ റേഡിയസ് എന്നാണ്. ഇവിടെ ഓൾറെഡി ഒരു q ഉണ്ടായിരുന്നു. ആ ക്യൂവിലേക്കാണ് പിന്നെ ഈ +q വരുന്നത്. ആ ക്യൂവിൽ നിന്നാണ് ഈ മൈനസൊക്കെ പോയത് അല്ലേ? ക്യൂവിൽ നിന്നാണ് ഈ മൈനസൊക്കെ പോയത്. അപ്പോൾ മൈനസ് പോകുമ്പോൾ ഇവിടെ ഒരു +q ചാർജ് ഫോർമുലേറ്റ് ആവും. യെസ്, നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്യുക അവിടെ. അതായത് അത്രയും നെഗറ്റീവ് ചാർജസ് പോകുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ +q ചാർജ് ഇസ് ഓൾറെഡി അഡീഷണൽ ടു ദിസ് +Q ചാർജ്. Q ചാർജ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അതിന്നാണ് ഈ +q ചാർജ്, ഇത്രയും മൈനസ് ചാർജൊക്കെ ഇന്നർ റേഡിയസിലേക്ക് പോയിട്ട് അവിടെ +q ചാർജ് വന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഓൺ ദി ഔട്ടർ സർഫസ്. ടോട്ടൽ ചാർജ് ഓൺ ദി ഔട്ടർ സർഫസ്. നമ്മുടെ ഇന്നർ സർഫസിനെ പറ്റി ഇപ്പം ബോധഡ് അല്ല. ടോട്ടൽ ചാർജ് ഓൺ ദി ഔട്ടർ സർഫസ് ഹിയർ ഇസ് q + q, Q + q. ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ച ടോട്ടൽ ചാർജ് അല്ല, നമ്മളോട് ചോദിച്ച സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. വാട്ട് ഇസ് സർഫസ് ചാർജ് ഡെൻസിറ്റി? സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽസ് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഇവിടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q + q ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്താണ്? സ്ഫിയറിൻ്റെ ഏരിയ ഈസ് 4πr. യെസ്. Radius of the outer shell is r2, so 4πr2 ആവും ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി വരെ ഓഫ് ദി ഔട്ടർ ഷെൽ കേട്ടോ. വി സബ്സ്റ്റിറ്റ്യൂട്ട് r2 ഓൾസോ. യെസ്. അപ്പോൾ ഔട്ടർ ഷെല്ലിൻ്റെ ഔട്ടർ ഷെല്ലിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി വരാം Q + q ഡിവൈഡഡ് ബൈ 4πr2. Fourth question. Consider a semicircle made out of a glass rod with a charge 2 coulomb uniformly distributed along the upper half and a charge -2 coulomb uniformly distributed along the lower half of the semicircle. Find the magnitude of electric field at the center of the semicircle. Let's visualize this. We have a semicircle made out of glass. എന്തിനാണ് ഈ ഗ്ലാസ് എന്നുള്ള മെറ്റീരിയലിനെ അവിടെ എടുത്തു പറയേണ്ടത്? എന്തിനാണ് അതിൻ്റെ ആവശ്യം? ദ തിങ് ഇസ് ദാറ്റ് ഒരു മെറ്റാലിക് വയർ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ അപ്പർ ഹാഫിൽ പോസിറ്റീവ് ചാർജ് ലോവർ ഹാഫിൽ നെഗറ്റീവ് ചാർജ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? കാരണം അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. അങ്ങനെ ചാർജസ് വേർതിരിഞ്ഞ് നിൽക്കില്ല. ഒരു മെറ്റലിലാണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലേക്ക് വരാനാണ് ശ്രമിക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് റോഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചാർജാണോ കൊടുത്തത് ദാറ്റ് ചാർജ് വിൽ സ്റ്റേ ഇൻ പ്ലേസ്. അതുകൊണ്ട് ദിസ് സിനാരിയോ ഈസ് പോസിബിൾ. അതിൻ്റെ ഇങ്ങനെ ഒരു ഗ്ലാസ് റോഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സെമി സർക്കിൾ ഉണ്ട്. അതിൻ്റെ അപ്പർ ഹാഫിന് ഞാൻ പോസിറ്റീവ് ചാർജും ലോവർ ഹാഫിന് ഞാൻ നെഗറ്റീവ് ചാർജും കൊടുത്തു. വി ഹാവ് കൺസിഡർ the center of the semicircle to be some point P. We need to find the electric charge at this point, or electric field at this point P. Okay, so for that consider this to be the x-axis and this axis to be the y-axis. ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. കൺസിഡറിങ് എ കോർഡിനേറ്റ് സിസ്റ്റം ഇസ് ഓൾവേസ് കൺവീനിയൻറ്റ് ഇൻ മെനി കേസസ്. അപ്പോൾ ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഇതല്ല കേട്ടോ വൈ ആക്സിസ്, ദിസ് ഇസ് എക്സ് ആക്സിസ്. കാരണം ഇവിടെയാണ് നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻസ് വരുന്നത്. ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് വേണമെങ്കിൽ യു ക്യാൻ ഇമാജിൻ. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ തന്നുകൊണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വരച്ചു എന്നുള്ളൂ. ഈ ആക്സിസിലാണ് കൂടുതൽ കാൽക്കുലേഷൻ വരുന്നത്. സോ ദാറ്റ്സ് വൈ ഐ കൺസിഡർ ദിസ് ആസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ആസ് വൈ ആക്സിസ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ I take
a small portion of this wire which forms an angle d theta. Okay, and suppose this forms an angle d theta and this infinitesimal element is at an angle theta from the x-axis. The x-axis ആണ് ട്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ. Yes, x-axis നിന്ന് theta angle റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാനൊരു ഇൻഫിനിറ്റസിമൽ എലമെൻറ്റിനെ കൺസിഡർ ചെയ്തു. അതായത് ഇതിനെ ഒരു ഈ ഡി തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ആംഗിളാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതേ സംഭവം ഞാൻ നെക്സ്റ്റ് ഹാഫിൽ ലോവർ ഹാഫിൽ ഞാൻ കൺസിഡർ ചെയ്തു. അതായത് തീറ്റ ആംഗിൾ എക്സ് ആക്സിസ് നെഗറ്റീവ് എക്സ് ആക്സിസിന് പോയിട്ട് ഇതേ ഡി തീറ്റ ആംഗിൾ ഫോം ചെയ്യുന്ന ഇത്ര തന്നെ ആർക്ക് ലെങ്ത് ഫോം ചെയ്യുന്ന ഒരു എലമെൻറ്റിനെ ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ഒരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്തു. യെസ്, ഇനി കൺസിഡർ ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് സ്മോൾ ആർക്ക് അറ്റ് ദ സെൻറ്റർ. ഈ ഒരു സ്മോൾ ആർക്ക് ഈ മെറ്റാലിക് ഗ്ലാസ് റോഡിൻ്റെ വയറിൻ്റെ അത്ര ചെറിയൊരു ഇൻഫിനിറ്റസിമൽ പോർഷൻ ഇവിടെ ഫോം ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി ഇമാജിൻ അബൌട്ട് ദാറ്റ്. അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ദിസ് വിൽ ബി ദ ഡയറക്ഷൻ അല്ലേ? പോസിറ്റീവ് ചാർജാണ്. സോ അതിന്ന് റേഡിയലായിട്ടായിരിക്കും വരിക അല്ലേ? നമുക്കിപ്പോൾ സെൻറ്ററിലുള്ള പാത്തിൻ്റെ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഇൻഫിനിറ്റസിമലി സ്മോൾ പോയിൻ്റ് ആയതുകൊണ്ട് അതങ്ങനെ ഒരുപാട് ഈ ഭാഗത്തേക്കും ഒരു കുഞ്ഞു പീസ് ഓഫ് വയറിനെ മാത്രം മൈൻഡിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഐ കോൾ ഇറ്റ് DE. യെസ്, ഇനി ഈ എലമെൻറ്റിൻ്റെ ചാർജിനെ പറ്റി ആലോചിച്ച് നോക്കാം. എലമെൻറ്റിൻ്റെ ചാർജ് എന്തായിരിക്കും? ഏതായിരിക്കും? അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇതാവും അതിൻ്റെ ഡയറക്ഷൻ. സെൻറ്ററിലേക്ക് ആവില്ലല്ലോ, സെൻറ്ററിൽ നിന്നും അല്ലേ? ബിക്കോസ് ഇറ്റ്സ് നെഗറ്റീവ് ചാർജ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അതായത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോർമൽ ഈ പോസിറ്റീവ് ഇൻഫിനിറ്റസിമലി സ്മോൾ എലമെൻറ്റ് ഈ ഡയറക്ഷനിലാണ് പോയതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വിൽ ബി ദിസ് വേ. ദാറ്റ് വിൽ ഓൾസോ ബി DE. ബിക്കോസ് രണ്ടിൻ്റെ ആർക്ക് ലെങ്ത് ഞാൻ സെയിം ആണ് എടുത്തത്. അപ്പോൾ എൻ്റെ മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഞാനിതിൻ്റെ രണ്ടിനെയും DE എന്ന് വിളിച്ചു. ഇപ്പോൾ ഈ ഫിഗറിൽ ഞാൻ ഈ രണ്ട് DEകൾ റിസോൾവ് ചെയ്യാണ് ചെയ്തത്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷൻസ്, റൈറ്റ്? ഇതിപ്പോൾ ഈ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡിലെ ഡയറക്ഷനാണ് ഇത്. നെഗറ്റീവ് ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഈ DE. ഇത് നെഗറ്റീവ് ചാർജ് എന്നാകുമ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലല്ലോ, ഉള്ളിലോട്ടല്ലേ ഉണ്ടാവുക, ടുവേർഡ്സ് ദ ചാർജ് അല്ലേ ഉണ്ടാവുക, നോട്ട് അവേ ഫ്രം ദ ചാർജ്. സോ ടുവേർഡ്സ് ദ ചാർജാണ് നെഗറ്റീവ് പാർട്ടിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആണ് ഈ DE ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. ഇൻഫിനിറ്റ്സിമലി സ്മോൾ ആർക്ക് ലെങ്ത് എന്ന് വരുന്നതായതുകൊണ്ട് അതിന് DE എന്നൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തത് ഈ വെക്ടറിനെ റിസോൾവ് ചെയ്യാണ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വെക്ടറിനെ എടുക്കുക, DE എന്നുള്ള ദിസ് വെക്ടറിനെ എടുക്കുക. ഈ വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ വി ഹാവ് എ കോസ് തീറ്റ എലമെൻറ്റ് ആൻഡ് സൈൻ തീറ്റ എലമെൻറ്റ്. നമ്മളിപ്പോൾ ദിസ് ആംഗിൾ എടുത്തിരുന്നത് തീറ്റ എന്നല്ലേ? ദിസ് ആംഗിൾ തീറ്റ ആകുമ്പോൾ ഓബ്വിയസ്ലി ദിസ് ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പോൾ ദിസ് ഇസ് ദ കോസ് തീറ്റ എലമെൻറ്റ് ഓഫ് DE ആൻഡ് ദിസ് ഇസ് ദ സൈൻ തീറ്റ എലമെൻറ്റ് ഓഫ് DE. ദിസ് വിൽ ബി DE സൈൻ തീറ്റ ആൻഡ് ദിസ് വിൽ ബി DE സൈൻ തീറ്റ. അപ്പോൾ ഈ DE സൈൻ തീറ്റ എവിടെ നിന്നാണ് വന്നത്? ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇതാണ് DE, ഇത് തീറ്റ, ഇത് അതിൻ്റെ കോസ് തീറ്റ എലമെൻറ്റ്, ഇത് അതിൻ്റെ സൈൻ തീറ്റ എലമെൻറ്റ്. നെക്സ്റ്റ് ഈ DE എടുക്കുക. ഈ DE ദിസ് ആംഗിൾ ഇസ് തീറ്റ അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ദിസ് ആംഗിൾ ഇസ് തീറ്റ. നമ്മൾ രണ്ട് സൈഡിൽ നിന്നും തീറ്റ ആണ് നമ്മൾ എടുത്തത്. ദിസ് ആംഗിൾ ഇസ് തീറ്റ. അപ്പോൾ ഈ DE നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ദിസ് വിൽ അഗെയിൻ ബി ദ കോസ് തീറ്റ എലമെൻറ്റ് ആൻഡ് ദിസ് വിൽ ബി ദ സൈൻ തീറ്റ എലമെൻറ്റ്. അപ്പോൾ അതാണ് ഈ DE റിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ DE സൈൻ തീറ്റ കിട്ടുക. ഓക്കെ, ഇതിൻ്റെ സൈൻ തീറ്റ എലമെൻ്റ് ആണിത്, ഇതിൻ്റെ സൈൻ തീറ്റ എലമെൻ്റ് ഇത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോസ് തീറ്റ എലമെൻറ്റ് വരുന്നത് ദിസ് ഡയറക്ഷനിലാണ്. സോ ഇവിടെ ഈ വെക്ടറിനെ ഞാൻ 2DE കോസ് തീറ്റ എന്ന് എഴുതാണ്. വൈ? ബിക്കോസ് ഈ രണ്ട് DEയുടെയും കോസ് തീറ്റ എലമെൻറ്റ് വരുന്നത് ദിസ് ഡയറക്ഷനിലാണ്. ഇതാണ് നമ്മളെ എക്സ് ആക്സിസ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഡയറക്ഷനിലാണ് രണ്ടിൻ്റെയും കോസ് തീറ്റ എലമെൻറ്റ് വരുന്നത്. സോ ഐ റൈറ്റ് ദിസ് ആസ് 2DE കോസ് തീറ്റ. ഈ ഫിഗറാണ് ഇവിടെ വലുതാക്കി കൊടുത്തിട്ടില്ല. നമുക്ക് രണ്ടിൻ്റെ ഇടയിൽ തീറ്റ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ there is one theta, there is another theta. അതിൻ്റെ കോസ് തീറ്റ എലമെൻറ്റ് രണ്ടും വരുന്നത് ഇതാണ്. ദിസ് ഇസ് 2DE കോസ് തീറ്റ. സൈൻ തീറ്റ എലമെൻറ്റ് വരുന്നത് ഇത് DE സൈൻ തീറ്റ വരും, ഇതിൻ്റെ DE സൈൻ തീറ്റ വരും.
അപ്പോൾ ഈ ഡി ഇ സൈൻ തീറ്റാസ് ക്യാൻസൽ ആവും. നമ്മൾ അതിൽ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഇൻഇഫക്റ്റ് വരുന്നത് എന്ത് മാത്രമാണ്? കോസ് തീറ്റ എലമെൻറ്റ്. ഈ എലമെൻറ്റ് മാത്രമാണ്. ഈ സാധനം തന്നെ ഇങ്ങനെ തിരിച്ചിട്ടതാണ് കേട്ടോ ഈ ഫിഗർ. അപ്പോൾ ഇവിടെ ഈ 2D കോസ് തീറ്റ മാത്രമാണ് ഇൻഇഫക്റ്റ് അവിടെ വരുന്നത്. ഡി സൈൻ തീറ്റാസ് ആർ ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓഫ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സോ ദേ ക്യാൻസൽ ഔട്ട്. അപ്പോൾ നമുക്ക് ആ ഡി സൈൻ തീറ്റയുടെ ആവശ്യം ആക്ച്വലി അവിടെ ഇല്ല. നമുക്ക് ആ കോസ് തീറ്റ എലമെൻറ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, സോ ഈ സ്മോൾ ആർക്ക് ലെങ്ത് കാരണം, ഈ സ്മോൾ ആർക്ക് ലെങ്ത് മാത്രമല്ല, നമ്മളിപ്പോൾ 2D കോസ് തീറ്റയെ പറ്റിയാണ് സംസാരിക്കുന്നത്. തീറ്റ ആംഗിളിലുള്ള അപ്പർ ഹാഫിലെ ഒരു ഇൻഫിനിറ്റ്സിമലി സ്മോൾ എലമെൻറ്റും തീറ്റ ആംഗിളിലുള്ള ലോവർ ഹാഫിലെ ഒരു ഇൻഫിനിറ്റ്സിമലി സ്മോൾ എലമെൻറ്റും രണ്ടും കൂടെ തമ്മിൽ പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? 2DE കോസ് തീറ്റ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. 2DE കോസ് തീറ്റ എന്താണ്? എക്സ് ആക്സിസ് നിന്ന് തീറ്റ ആംഗിളിൽ അപ്പർ ഹാഫിലുള്ളൊരു ഇൻഫിനിറ്റ്സിമലി സ്മോൾ എലമെൻറ്റും തീറ്റ ആംഗിളിൽ എക്സ് ആക്സിസ് എന്നുള്ള ലോവർ ഹാഫിലുള്ള ഒരു സ്മോൾ ഇൻഫിനിറ്റ്സിമലി സ്മോൾ എലമെൻറ്റും രണ്ടുപേരും കൂടെ കൂടിയിട്ട് പിയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് ഞാൻ 2DE കോസ് തീറ്റ എന്ന് വിളിച്ചത്. ഇവിടെ ഇപ്പോൾ DE എന്താണ് ആക്ച്വലി? DE ഈസ് യൂഷ്വലി വി റെപ്രസെൻറ്റ് ഇറ്റ് ആസ് F/Q അല്ലേ? DF/Q എന്നൊക്കെയാണ് നമ്മളതിനെ DF/DQ എന്നൊക്കെയാണ് നമ്മൾ യൂഷ്വലി DE റെപ്രസെൻറ്റ് ചെയ്യാറ്. ഈയുടെ ഇക്വേഷൻ എഴുതാം. DE ഈക്വൽസ് 1/4πε0 dQ/R. dQ/R², സോറി, dQ/R² നമ്മൾ DE എന്ന് പറയാം അല്ലേ? നോർമൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 Q/R. ഇവിടെ Q എന്ന് പറയുന്ന ഇൻഫിനിറ്റ്സിമലി സ്മോൾ എലമെൻറ്റിൻ്റെ ചാർജ് ആണല്ലോ. സോ dQ/R². നമ്മളിവിടെ അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ഇട്ടിട്ടില്ല കേട്ടോ, ബിക്കോസ് നമ്മൾ ജസ്റ്റ് 2DE കോസ് തീറ്റയെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഡയറക്ഷൻസ് നമ്മൾ ഓൾറെഡി കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? DE സൈൻ തീറ്റയെ നമ്മൾ ഒഴിവാക്കി ഒരേ ഡയറക്ഷനിലുള്ള രണ്ട് ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇവിടെ ഫെർദർ ഞാൻ സൈൻസ് യൂസ് ചെയ്യുന്നില്ല. 1/4πε0 DQ എന്താണ് വരിക? ഒരു വയറിലെ പെർട്ടിക്കുലർ ലെങ്ത് എടുത്തിട്ട്, ഒരു ചാർജ്ഡ് വയറിലെ ഒരു പെർട്ടിക്കുലർ ലെങ്ത് എടുത്തിട്ട് ആ ലെങ്ത്തിൻ്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? നമുക്ക് യൂഷ്വലി ലൈൻ ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ടാവും അല്ലേ? ഒരു വയറിൻ്റെ കേസിലൊക്കെയാണ്, അതായത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ we usually call it lambda. Charge per unit length is usually called lambda, line charge density, lambda. അപ്പോൾ ഈ ലാംഡ ഇൻറ്റു നമ്മളെടുത്ത പെർട്ടിക്കുലർ ലെങ്ത് ആണ് നമ്മൾ അതിൻ്റെ ചാർജ് ആയിട്ട് പറയാറ്. ഒരു വയറിൽ ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ കേസിൽ ഒട്ടും ഡിഫറെൻ്റ് അല്ലാതെ ഒരു റോഡാണുള്ളത്, അതിൽ യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ what will be our DQ? It will be the line charge density into the arc length. ലാംഡ എന്ന് പറയുന്നത് എന്താ? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അതേ ഇൻറ്റു ഈ ആർക്ക് ലെങ്ത് ആയിരിക്കും നമ്മുടെ എന്ത്? DQ വരിക. ഇവിടെ ആർക്ക് ലെങ്ത് എന്താ? വി നോ ദാറ്റ് തീറ്റ ഈക്വൽസ് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അപ്പോൾ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് തീറ്റ ഇൻറ്റു റേഡിയസ് അല്ലേ? ഇവിടെ തീറ്റ എന്താണ്? ഡി തീറ്റ ആണല്ലേ വരുന്നത്. ഈ ആർക്ക് ലെങ്ത്തിനെ കറസ്പോണ്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ഡി തീറ്റ ആണ്. സോ ആർക്ക് ലെങ്ത് ഈക്വൽസ് റേഡിയസ് ഇൻറ്റു തീറ്റ. ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് ഡി തീറ്റ ആണ്. സോ R ഇൻറ്റു ഡി തീറ്റ വരും. ദിസ് ബിക്കംസ് R ഇൻറ്റു ഡി തീറ്റ. ദാറ്റ് ഈസ് ദി ആർക്ക് ലെങ്ത്. ഓക്കെ, അത് ഇൻറ്റു ലാംഡയാണ് നമ്മുടെ എന്ത് വരിക? DQ വരിക. ഇനി ലാംഡ എന്താണ്? അത് ആ ചാർജ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഏരിയ അല്ലേ? ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ലെങ്ത്. സോറി, ഏരിയ അല്ലേ? ഏരിയ സർഫസ് ചാർജ് ഡെൻസിറ്റിയിലാണ്. വി ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദാറ്റ് ഹിയർ. നമ്മൾ ലൈൻ ചാർജ് ഡെൻസിറ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ലെങ്ത്, അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലെങ്ത് അല്ലേ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ലാംഡ. ലാംഡ എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ദ ലെങ്ത് ഇൻ വിച്ച് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഇവിടെ ഈ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത് ഈ ഒരു ക്വാർട്ടർ ഓഫ് ദ സർക്കിളിലാണ് അല്ലേ? ഒരു സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ സെമി സർക്കിൾ എന്ന് പറയുന്നത് πr വരും. അതിൻ്റെയും ഹാഫ് ഈ ക്വാർട്ടറിൽ മാത്രമാണ് നമ്മൾ ഈ പ്ലസ് ക്യൂ ചാർജ് ചെയ്തിട്ടുള്ളത്. മറ്റേ ക്വാർട്ടറിൽ മൈനസ് ക്യൂ ചാർജ് ആണുള്ളത്. സോ ഈ പ്ലസ് ക്യൂ ചാർജ് ഈ ക്വാർട്ടറിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. സോ ഇറ്റ് ബിക്കംസ് πr/2 അല്ലേ? 2πr ആണ് ഒരു ഹോൾ സർക്കിളിൻ്റെ സർക്കംഫറൻസ്. സെമി സർക്കിളിൻ്റെ അപ്പോൾ πr വരും. അതിൻ്റെയും പകുതി ക്വാർട്ടർ സർക്കിൾ എന്ന് പറയുമ്പോൾ πr/2 വരും. ടോട്ടൽ ലെങ്ത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ദിസ് ഇസ് ദ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത് ഹിയർ ഇസ്
pi r by 2 or 2q by pi r വരും അല്ലേ. ഇതാണ് നമ്മളെ ലാംഡ. സോ വി ഹാവ് ദ ലാംഡ ഓൾസോ. നമ്മളെ ഡി ക്യു എന്താകും? ലാംഡ എന്ന് പറയുന്നത് 2q by pi r into d theta. R gets cancelled. So we have 2q by pi into d theta. We have dq here. dq നമുക്ക് കിട്ടി. അതിന് ഇനി d യുടെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we have d equals 1 by 4 pi epsilon 0. dq എന്താണ്? 2q d theta by pi er square. നമ്മൾ ഡി കണ്ടുപിടിച്ചു. പക്ഷെ നമുക്ക് വേണ്ടത് ഡി അല്ലല്ലോ. നമുക്ക് വേണ്ട എന്താണ്? ഇതാണ്. പിയിലുള്ള രണ്ട് ഇൻഫിനിറ്റ്സിമലി സ്മോൾ എലമെൻറ്റ്സ്, ഈക്വലായിട്ട് സിമെട്രിക്കലായിട്ട് നിൽക്കുന്ന രണ്ട് ഇൻഫിനിറ്റ്സിമലി സ്മോൾ എലമെൻറ്റ്സ് പിയിൽ ഫോം ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡായ 2DE cos theta ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നോട്ട് DE. സോ 2DE cos theta എന്ന് പറയുന്നത് എന്താ? ഡി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി ഹാവ് 2 ഇൻറ്റു ഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 by 4 pi epsilon 0 ഇൻറ്റു 2q d theta by pi r square. ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു cos theta. അപ്പോൾ ഇൻഫൈനൈറ്റ്സിമലി സ്മോൾ ആയ രണ്ട് എലമെൻറ്റ്സ് ഫോം ചെയ്യുന്ന സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റി. ഇനി അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ടുവേർഡ്സ് ദിസ് ഹോൾ പൈ ബൈ 2. അതായത് രണ്ട് സൈഡിലുള്ള എലമെൻറ്റ്സിൻ്റെ സമ്മാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിന് ഇൻറ്റഗ്രേറ്റ് ടുവേർഡ്സ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ ദ ഹോൾ സെമി സർക്കിൾ ഇസ് കവേർഡ് അല്ലേ. അപ്പോൾ നമ്മൾ വി ആർ ഗോയിങ് ടു ഇൻറ്റഗ്രേറ്റ് ദിസ് ഫ്രം 0 to pi by 2. ഇവിടെയുള്ള കോൺസ്റ്റൻസിനെ മൊത്തം ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ദിസ് ബിക്കംസ് 2 by 4 pi epsilon 0 into 2q by pi r square. 2 by 4 pi epsilon 0 into 2q by pi r square. cos theta d theta മാത്രമല്ലേ ഇവിടെ ഇപ്പോൾ ഒരു വേരിയബിൾ ആയിട്ടുള്ളൂ. ബിക്കോസ് ഓൾ ദി അതേഴ്സ് ആർ കോൺസ്റ്റൻറ്റ് അല്ലേ. നമുക്ക് ഇവിടെ q ഓൾറെഡി അറിയാം, പൈ ഇസ് എ കോൺസ്റ്റൻറ്റ്, r വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിട്ടില്ല. 1 by 4 pi epsilon 0 is a constant, 2 is a constant. ബാക്കി എല്ലാത്തിനെയും പുറത്തെടുത്തിട്ട് ഈ വേരിയബിളിനെ മാത്രം ഉള്ളിൽ നിർത്തിയിട്ട് ഐ എം ഇൻറ്റഗ്രേറ്റിംഗ് ഇറ്റ് ഫ്രം 0 to pi by 2. ഞാനതിൻ്റെ കോൺസ്റ്റൻസിനെ കുറച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചിനകത്ത് ഒരുമിച്ചൊക്കെ എഴുതി ഇതിനൊന്ന് ഫോർമുലേറ്റ് ചെയ്തു. സി വാട്ട് ഈസ് ഇൻറ്റഗ്രൽ 0 to pi by 2 cos theta d theta? സൈൻ തീറ്റ ആണല്ലേ. സോ സൈൻ തീറ്റ ഫ്രം 0 to pi by 2 എന്ന് പറയുന്നത് 1 ആണ് വരിക. അതിന് ഇനി അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നില്ല. കോസ് തീറ്റയുടെ ഗ്രാഫ് ആലോചിച്ചാൽ മതി, എന്നാലും കിട്ടും. സോ ദിസ് ടേം ഇൻറ്റഗ്രൽ 0 to pi by 2 cos theta d theta becomes 1 into 1 വരും. അപ്പോൾ ബാക്കിയുള്ള ടേം ഈസ് ഇൻഫാക്ട് അവർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് P ഡ്യൂ ടു ദ ഹോൾ സെമി സർക്കിൾ. കാരണം നമ്മളത് ടോട്ടലി ഇൻറ്റഗ്രേറ്റ് അല്ലേ. 0 to pi by 2 നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഓരോന്ന് എടുത്തതുകൊണ്ട് 0 to pi by 2 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി കവർ ദ ഹോൾ സെമി സർക്കിൾ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് P equals 4 into Q here is given in the question 2 കൂളുംബാണ് അല്ലേ. സി നമ്മൾ മേലെ 2 താഴെ -2 എന്നുള്ളതൊക്കെ അതിൻ്റെ ഡയറക്ഷനൊക്കെ നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിനെ ഈ ക്വസ്റ്റ്യനിലേക്ക് ഡ്രാഗ് ചെയ്യാത്തത്. ഇവിടെ Q എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തൊട്ടേ ചെയ്തു വന്നു. ആ ക്വാർട്ടർ ഓഫ് ദ സെമി സർക്കിളിലുള്ള അല്ലെങ്കിൽ ക്വാർട്ടർ ഓഫ് ദ സെമി സർക്കിളിലുള്ള ആ ചാർജിനെയാണ് നമ്മൾ Q എന്ന് വിളിച്ചത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇറ്റ്സ് 2 കൂളും. സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് 2 ഹിയർ by, see instead of writing by 4 pi epsilon 0 we can just write 9 into 10 raised to 9 divided by pi r വരും. ഈ 1 by 4 pi epsilon 0 ആണ് 9 into 10 raised to 9 എഴുതി, 4 എഴുതി, q എഴുതി, പിന്നെയും ബാക്കി pi r മാത്രം വരും. സോ യു വിൽ ഗെറ്റ് 4 2s are 8, 8 9s are 72. അപ്പോൾ 72 into 10 raised to 9 by pi r. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒബ്ജക്റ്റീവ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരില്ല. ഇങ്ങനെ ഒരു ജനറൽ ഇക്വേഷനൊക്കെയാണ് തരാറുള്ളൂ. അല്ലാതെ ഒരു എക്സാക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്നും ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നും യൂഷ്വലി കുറവാണ് കേട്ടോ. ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഈ പ്രോസസ്സിനാണ് ആക്ച്വലി അവിടെ
കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. യൂഷ്വലി ഈ ക്യൂ ആയിട്ട് തന്നെ തന്നിട്ട്, അതായത് ഇങ്ങനെ 2 കൂളം ഒന്നും തരാതെ ക്യൂ ആയിട്ട് തന്നിട്ട് പയ്യും ആറും ഒന്നും തരാതെ ജസ്റ്റ് ഈ ക്യൂവിൻ്റെയും 4πε0യുടെയും പൈയുടെയും ആറുടെയൊക്കെ ടേംസിൽ ജസ്റ്റ് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിന് ഓപ്ഷൻസ് ആണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസിലൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത്. സോ നമ്മളിവിടെ തന്ന ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് വി ഫോർമുലേറ്റഡ് ആൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പൈ ആൻഡ് ആർ ഹിയർ. സോ ദിസ് വിൽ ബി a rough answer. Descriptive last question, fifth one. An infinitely long thin straight wire has uniform linear charge density of 1/3 coulomb per meter. Linear charge density is given, line charge density is given. Then the magnitude of the electric intensity at a point 18 centimeter away is, എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 8.8 × 10⁻12 കൂളും സ്ക്വയർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എച്ച് നമ്മൾ മെറ്റീരിയലിൽ തന്ന ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇതാണ് ഇക്വേഷൻ. അതായത് ഒരു യൂണിഫോം വയറിൽ, ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് വയറിൽ യൂണിഫോംലി ഒരു പെർട്ടിക്കുലർ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വി ആർ ഓൾസോ പ്രൊവൈഡഡ് വിത്ത് ദി ലൈൻ ചാർജ് ഡെൻസിറ്റി ഓഫ് ദ ലൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദി ഇക്വേഷൻ ടു അപ്ലൈ. ഇവിടെ ആറും നമുക്ക് തന്നിട്ടുണ്ട്. ടു ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ വയർ. ഒരു വയർ ഇങ്ങനെ പോകും, അപ്പോൾ അറ്റ് എ ഡിസ്റ്റൻസ് ആർ, ഇവിടെ 18 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ദിസ് വിൽ ബി ഈക്വൽ ടു, വെയിറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലാംഡ തന്നിട്ടുള്ള എന്താണ് ഇവിടെ? ലാംഡ തന്നിട്ടുള്ളത് 1/3 കൂളും പെർ മീറ്റർ ആണ് അല്ലേ. 1/3 കൂളും പെർ മീറ്റർ. ആറ് തന്നിട്ടുള്ള 18 സെൻറ്റിമീറ്റർ, വിച്ച് ഈസ് 18 × 10⁻² മീറ്റർ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദിസ് ആസ് 1/2πε0. എപ്സിലോൺ നോട്ട് നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പക്ഷെ അതൊരു ടീഡിയസ് കാൽക്കുലേഷൻ ആയിരിക്കും. ഐ ഓൾവേസ് പ്രിഫർ ടു ജസ്റ്റ് 1/4πε0 എടുത്തിട്ട് 9 × 10⁻9 എഴുതുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറ്. സോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദിസ് ആസ് 1/2πε0, ഐ എം റൈറ്റിംഗ് ദിസ് ആസ് 2/4πε0. 2/4πε0 എന്ന് പറയുന്നതാണല്ലോ 1/2πε0 എന്ന് പറയുന്നത്. സോ ഞാൻ ഇതിന് ഇങ്ങനെ എഴുതുകയാണ്, ഇൻറ്റു ലാംഡ ഹിയർ ഇസ് 1/3 കൂളും പെർ മീറ്റർ, ആർ ഹിയർ ഇസ് 18 × 10⁻². അപ്പോൾ 2/4πε0 എന്ന് പറയുന്നത് 2 × 9 × 10⁻9 ഇൻറ്റു 1/3 × 18 × 10⁻². ഇവിടെ ഈ 9ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. this 2 and this 2 gets cancelled. There is again ഇവിടെ 1/3 ആ വരുന്നത് അല്ലേ. 1/3 × 10⁻9/10⁻². നമ്മൾ തീരെ നോക്കാത്തത് ഏതാ? ഇപ്പോൾ 3നെ നമ്മൾ തൊട്ടിട്ടില്ല, 10⁻9നെ 10⁻²നെ തൊട്ടിട്ടില്ല, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ 1/3 × 10⁻9/10⁻². 1/3 × 10⁻9/10⁻² എന്ന് പറയുന്നത് എന്താ? 10⁻⁻9, sorry, it's not -9, it's +9, right? 10⁻9 -2 അല്ലേ. B - C ആണ്. B - C, 9 - -2 എന്ന് പറയുമ്പോൾ 9 + 2 വരും. 9 + 2 is 11. സോ ഇൻറ്റു 10⁻11 വരും. 1/3 എന്ന് പറയുന്നത് 0.3333 അൺഎൻഡിങ് ആണല്ലേ, അൺഎൻഡിങ് റിപ്പീറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണത്. ഇൻറ്റു 10⁻11 വിച്ച് ബിക്കംസ് 3.33 ബാർ. ബാർ എന്ന് പറയുന്ന റിപ്പീറ്റേറ്റീവ് ഇൻറ്റു 10 ഡെസിമൽ പോയിൻ്റ് റൈറ്റിലേക്ക് നീക്കുമ്പോൾ 10ൻ്റെ പവർ കുറയ്ക്കുകയാണ് വേണ്ടത്. ഇൻറ്റു 10⁻10 ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, ന്യൂട്ടൺ പെർ കൂളുംബ് വരും. സോ ദിസ് വിൽ ബി ദി ആൻസർ. ഞാൻ പിന്നെയും പറയുന്നു, ഇഫ് ദർ ഇസ് എനി കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പ്ലീസ് നോട്ടിഫൈ മീ in the group or personally. Okay.